നിങ്ങൾ ആർക്കെങ്കിലും കത്തയച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്കാരെങ്കിലും കത്തെഴുതാറുണ്ടോ? ഈ വാട്സപ്പും വീഡിയോ കോളും ഒക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ കസിനാണ്. ചേച്ചി ഹൈദരാബാദിലും ചെന്നൈയിലും ബോംബെയിലും ഒക്കെ ഉണ്ടായിരുന്ന സമയം ഞങ്ങൾ തമ്മിൽ കുഞ്ഞു കുഞ്ഞു കത്തുകളൊക്കെ എഴുതിയൊരു ഓർമ്മയുണ്ട്. അവർ നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ഈ കത്തും കൊടുത്തു വിടും. അവിടെ എത്തിയിട്ടേ വായിക്കാവൂ എന്നൊരു ഓർമ്മപ്പെടുത്തലും. നോട്ട്ബുക്കിൽ നിന്ന് പേജൊക്കെ കീറിയെടുത്ത് അതിലായിരുന്നു കത്തെഴുത്ത്. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, എന്തൊക്കെയോ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്നതാണ്. കത്തുകൾ എപ്പോഴും ഒരു പഴയ കാലത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ്. പണ്ട് ന്യൂ ഇയറിന് കസിൻസിനൊക്കെ പോസ്റ്റ് വഴി ന്യൂ ഇയർ കാർഡ് അയച്ചൊരു ഓർമ്മയുണ്ട്. നല്ലൊരു ഫീലായിരുന്നു. നല്ല ഭംഗിയുള്ള കാർഡൊക്കെ മേടിച്ച് അതിൽ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതി, ടു അഡ്രസ്സും ഫ്രം അഡ്രസ്സും ഒക്കെ തെറ്റിക്കാതെ എഴുതി, അല്ലെങ്കിൽ കാർഡ് വേറെ ആർക്കെങ്കിലും പോയാലോ എന്നൊക്കെ പേടിച്ച് കറക്റ്റായി സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ വെയിറ്റിംഗാണ് കാർഡ് കിട്ടി എന്ന അറിയിപ്പിന് വേണ്ടി. ഇന്നത്തെ ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും ഒക്കെ വാട്സാപ്പിൻ്റെ ഒരു ക്ലിക്കിൽ മാത്രം ഒതുങ്ങിപ്പോയൊരു ടെക്സ്റ്റ് മെസ്സേജ് മാത്രമാണെന്ന് തോന്നാറുണ്ട്. ഇന്നിപ്പോൾ കത്തൊന്നും എഴുതാനും ഇല്ല, വായിക്കാനും ഇല്ല. അതുകൊണ്ട് വല്ലപ്പോഴും മിസ്റ്റർ ഹസ്ബൻഡിന് കത്തെഴുതും. അത് വായിച്ച് തിരിച്ചെനിക്ക് ഒരു മറുപടിയും കിട്ടും. തമ്മിൽ കാണിക്കാതെ തൊട്ടടുത്തിരുന്നാണ് ഈ കത്തെഴുതുന്നതെങ്കിലും അതിലുമുണ്ട് പറഞ്ഞറിയിക്കാൻ